നമ്മളിന്ന് പോണ വഴി കുക്ക് ചെയ്യാൻ പോണേ നമ്മളല്ലേ. അപ്പൊ കുക്ക് ചെയ്യാൻ പോണെന്ന് വെച്ചാല് നല്ല ചിക്കൻ കറി, നല്ല ചിക്കൻ വറുത്തതും ചിക്കൻ പൊരിച്ചതും അങ്ങനെയൊക്കെ വെച്ചിട്ട് ചോറ് കൊണ്ട് ഒരു പിടുത്തം പിടിക്കാൻ ചിക്കൻ നന്നാക്കിയിട്ട് ഇവിടെ അല്ലേ. ഇന്ന് കൊടുക്കേണ്ടി വരും ഇനി. ഞാൻ പൊക്കോ പൊളി പൊളി. ഇപ്പൊ നോക്കി നമ്മുടെ ചിക്കൻ കറിയും കൂട്ടി ഒരു പിടുത്തം പിടിക്കാൻ പോണേട്ട മോനെ. അതെവിടെ ഇരുന്നാണ്? ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നോക്കി നമ്മള് ഇന്ന് കാഴ്ചകളൊന്നും ഇന്ന് കാണാൻ പോണത്. ഇത് നമ്മുടെ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചിങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കാഴ്ചകൾ അധികം കാണിക്കാനില്ല. നമ്മളുടെ കാഴ്ചകളെല്ലാം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പൊ വണ്ടി അമ്മയുണ്ട്, അമ്മ അവിടെ വീഡിയോസ് ഒക്കെ കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ നമ്മളിന്ന് പോണ വഴി കുക്ക് ചെയ്യാൻ പോണേ നമ്മളല്ലേ. അപ്പൊ കുക്ക് ചെയ്യാൻ പോണെന്ന് വെച്ചാല് നല്ല ചിക്കൻ കറി, നല്ല ചിക്കൻ വറുത്തതും ചിക്കൻ പൊരിച്ചതും അങ്ങനെയൊക്കെ വെച്ചിട്ട് ചോറ് കൊണ്ട് ഒരു പിടുത്തം പിടിക്കാൻ പറ്റും അല്ലേ. അതെ, അത് കാരണം നമ്മള് ചിക്കന്റെ കടയിൽ നിൽക്കുകയാണ്. അതെ, മധ്യപ്രദേശിലാണ് ഇപ്പൊ നിൽക്കുന്നത്. മധ്യപ്രദേശിൽ കുറച്ചു നേരം അന്വേഷിച്ചിട്ട് ചിക്കൻ. അപ്പൊ നോക്കിയപ്പോ റോഡ് സൈഡിൽ ഇപ്പൊ ഒരു ഏരിയയിൽ ചിക്കന്റെ ഒരു ഏരിയ വന്നിട്ടുണ്ട്. ഇന്നലെ കോഴിമുട്ട അന്വേഷിച്ച് ഒരു പരിവായിരുന്നില്ല, ഒന്നും കിട്ടില്ല. അത് കിട്ടിയിട്ട് പമ്പിൽ ആ ചേട്ടനെ ആൾ ഹെൽപ്പ് ചെയ്ത് പുള്ളിക്കാരൻ പോയി മേടിച്ചത് ഞങ്ങൾക്ക് കോഴിമുട്ട. പമ്പിന്റെ ഒരു വേറെയാണ് മോനെ. ഞങ്ങൾ വിചാരിച്ചില്ല ഈ യാത്രയിലെ മനസ്സിലായത് പമ്പിന്റെ ഒടുക്കത്തെ കോർപ്പറേറ്റിംഗ് ആണ് അല്ലേ. എല്ലാവരും ഭയങ്കര അടിപൊളിയാണ്, ഒന്നും പറയാനല്ല. ഭയങ്കര സപ്പോർട്ട്, ഭയങ്കര സപ്പോർട്ടാണ്. എല്ലാവർക്കും അടിപൊളിയാണ് പമ്പ്. മരിയാക്കുള്ള അത്യാവശ്യം നല്ലൊരു പമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിലയൻസിന്റെ അങ്ങനത്തെ പമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും. നല്ല ബാത്റൂം കാര്യങ്ങളൊക്കെ. ബാക്കിയുള്ള മറ്റേ ലോറിക്കാരുടെയൊക്കെ ഇത്തിരി റെഫ്യൂസ് ചെയ്ത സ്ഥലങ്ങളായിരിക്കും അല്ലേ. അതാണ്, അത് മാത്രമേ ഒരു ഇതുള്ളൂ. അല്ലാണ്ട് അവിടുത്തെ ആളുകളൊക്കെ അടിപൊളിയായിരിക്കും. അല്ലാണ്ട് നമുക്ക് ഇങ്ങനെ ലോറികൾ അധികം വരാത്ത പമ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഫുള്ള് സെറ്റ് ആയിരിക്കും. വേറെ ഒന്നുമില്ല, രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പോരാ. അതെ, ബാ നമുക്കപ്പോ നോക്കാം. ചേട്ടന്മാർ ചിക്കൻ വെട്ടണം. ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ അല്ല, 1 കിലോ വെച്ച് 1 കിലോ വരും അല്ലേ. 1 കിലോ തരാന്ന് പറഞ്ഞു, ഇങ്ങനെ തരുമെന്ന് പറഞ്ഞൂടെ. പക്ഷെ കോഴി എവിടെ കോഴി അതിന്റെ അപ്പുറം സൈഡിൽ കിടക്കണ്ടി കാണിച്ചുതരാം. കോഴിനെ നോക്കട്ടെ, എന്താ ചെയ്യണം നോക്കട്ടെ. നമ്മൾ ചെറുക്കണ സൈഡിൽ ഒതുക്കി, റോഡ് സൈഡിൽ ഒതുക്കി നമ്മളുടെ കുക്കിംഗ് സാധനങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് നമ്മുടെ സ്റ്റവ്, സവാള, എല്ലാ ഐറ്റംസും ഇവിടെ. ചിക്കൻ നന്നാക്കിണ്ട് ഇവിടെ അല്ലേ. എന്താണ് നെയ്യൊക്കെ ഒഴിക്കണ? വെട്ടിയേക്കണത് ഒഴിച്ചല്ലേ. കഴുകണം. അതെ, ക്ലീൻ ആക്കട്ടെ. അങ്ങനെ നമ്മുടെ ചിക്കൻ നമ്മൾ കഴുകി മുളകൊക്കെ പുരട്ടി വെച്ച് നല്ല ചൊകാന്നിരിക്കുന്നുണ്ട്. കളറും കൂടും, ടേസ്റ്റും കൂടും, എല്ലാനും കൂടും നമുക്കിനി. അപ്പൊ നമ്മള് നല്ല ചോപ്പുണ്ട്. ചട്ടി വെച്ച് നമ്മളുടെ പുതിയ ചീനച്ചട്ടി. പക്ഷെ എന്നാലും പിന്നെ രണ്ടാമത് നമ്മൾ എടുക്കണത് ഇപ്പോഴാണ്. മെനക്കെട്ട് വെക്കണം. അപ്പൊ എന്തായാലും കടത്തി വെച്ച് വെക്കണ്ട, നന്നായിട്ട് തന്നെ വെക്കാം. അപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ നമ്മുടെ ചേരുവകളൊക്കെ കാണിച്ച് ഇവിടെ പകുതി അരിഞ്ഞുകൊണ്ടിരിക്കണുണ്ട് ഞാൻ. വെളുത്തുള്ളി, ഇഞ്ചി, സവാള, പച്ചമുളക് ഇതെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പകുതിയായി. പിന്നെ അതേ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആ വക സാധനങ്ങളെല്ലാം ഇതിന്റെ കവറിന്റെ ഉള്ളിൽ മസാലകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് വേണ്ടതെല്ലാനും. അപ്പൊ അതെല്ലാം റെഡിയായി. നമ്മളപ്പോ കുക്ക് ചെയ്യട്ടെ കേട്ടാ. എണ്ണ തിളച്ചിട്ടുണ്ട്. അമ്മ അപ്പൊ ചിക്കൻ ഇടാനായിട്ട് പോണ്. ഇവിടത്തെ പോലീസുകാര് ഇത്തിരി ഉറക്കം പറഞ്ഞോ, മേലെ കേൾക്കൂല. ഞങ്ങള് രണ്ടുപേരും കൂടി ഇവിടെ എന്ത് ചെയ്യുന്നു നോക്കാൻ വന്നു. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളെന്ന് ഓർത്താണ് നോക്കാൻ വന്നത്. കാരണം വെള്ളത്തിന് വേക്കണല്ല. വെള്ളം എടുത്തതേ വന്നിട്ടാ ഞാൻ കാണിച്ചു തരാം. എന്താണ് അപ്പുറത്തൊരു കവറില്? അപ്പൊ രണ്ടുമായിട്ട് വരയുന്നുണ്ട്. ഞങ്ങളായിട്ട് സംസാരിച്ച് കമ്പനിയായിട്ടൊക്കെ പോയി സംസാരിച്ച് നല്ലപോലെ എന്താണ്, എങ്ങനെയാണ്, എത്ര പേരുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട്
പനി എന്ത് പോയി ചോദിച്ചിട്ടുണ്ടാ? പനി ചോദിച്ചാ ഗരം പനി ചോദിച്ചാ? നമുക്കറിയാം, നമ്മളറിയാത്ത ആൾക്കാരുണ്ട് ഇവിടെ. കുടിവെള്ളവും മേടിച്ച് കുക്കിങ്ങിനുള്ള വെള്ളം. അതിനെന്താണ് ഇത്രയും വലിയ ഞാൻ വിചാരിച്ചൊരു മൊത്തത്തിൽ കൊണ്ടുവരണേന്ന്. കൂട്ടം ഗ്യാസിന്റെ ഓപ്പറേറ്റർ ചെല്ലും. പോലീസുകാരോ ഞങ്ങളോട് എന്തെടുക്കാണ്, ആരുടെ കൂടെ വന്നത്, നിങ്ങൾ ഒറ്റക്കൊള്ളാന്നൊക്കെ ചോദിച്ചു. ഗ്യാസ് കൂട്ടി അപ്പൊ സംഭവം എന്ന് വെച്ച് നമ്മുടെ ചിക്കൻ വറുത്തിട്ടാണ് കറി വെക്കാൻ പോണത്. നോക്കി അത് എവിടെയാണ് നോക്കിയാൽ റോഡിന്റെ സൈഡിൽ കണ്ട, മധ്യപ്രദേശ് ഹൈവേയുടെ സൈഡിലാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഇങ്ങനെ ചെയ്യാനും വേണം ഒരു ഭാഗ്യം അല്ലേ? പറഞ്ഞാ ബൈക്കിനായിരുന്നാ? ആ സെറ്റ്. ഓ ഓ അതെ, അത് കൊള്ളാം. പണ്ടാറ് ഇന്ന് കൊടുക്കേണ്ടി വരും ഇനി. ഞാൻ പൊക്കോ പൊക്കോന്ന് ആണോ? ദൈവം ഈശ്വര, എന്റെ ചിക്കൻ പോയേ. അപ്പൊ നോക്കി നമ്മളെ ചേരുവകളെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കട്ടെ. ഇതൊന്നും ആയിട്ട് നമുക്ക് കാണിക്കല്ലേ? ഞങ്ങള് സ്ഥലവും നയിച്ചിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അവിടെന്ന് ഭയങ്കര കാറ്റായത് കാരണേ ഗ്യാസ് ഒട്ടും കത്തലുണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പഴത്തെ ഒരു ചേട്ടൻ്റെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു പുള്ളിയുടെ അവിടെ ഒരു റൂം ഉണ്ട്, അതിന്റെ അകത്തിടെ പുറത്തിടെ എന്താന്ന് വെച്ചാൽ ചെയ്തോന്ന് പറഞ്ഞു. ഇവിടെ വന്നിട്ട് തീ കൂടിപ്പോയി, തീ കൂടിയും പോയി. അപ്പൊ അത് കാരണം വേഗം തന്നെ സവാള ഇട്ട് വെളുത്തുള്ളിയും ആ സംഭവം അരിഞ്ഞു വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവാള എല്ലാം കൂടെ ഇട്ട് ചിക്കൻ നമ്മൾ വറുത്തിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് പെട്ടെന്ന് തന്നെ ആക്കും. ഇതൊന്ന് വാടാനായിട്ട് ഒരുപാട് വാടാനായിട്ടൊക്കെ ഇരിക്കണില്ലല്ലോ നമ്മളമ്മ. ചിക്കൻ വറുത്താണ് നമുക്ക് കറി വെക്കണം. അപ്പൊ അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് വാടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ സാധനം എടുത്തിടാം. ഇനി എല്ലാരും അതേപോലെ ചെയ്യണം കേട്ടാ. അവരവരെ പാടേ നമുക്ക് കഴിക്കാൻ മാത്രമല്ലേ. എന്നാലും എന്താണ് ഇവിടെ നോക്കി ഇങ്ങനെ ഇതിന്റെ ചോട്ടിൽ തന്നെ വെയിറ്റ് ചെയ്തിരിക്കണേ. ഇപ്പൊ കിട്ടണം ഇപ്പൊ കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഇതാവട്ടെ കേട്ടാ. പച്ചമുളക് ഇത്തിരി കുറവായി, വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ലാഭിച്ചായിരുന്നു. സവാളയും ഇത്തിരി കുറവാണ് ഉള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. 1.5 സവാള ഉണ്ടായുള്ളൂ, ബാക്കി എല്ലാം ഉണ്ട്. കുരുമുളക് പൊടിയുണ്ട്, ചിക്കൻ മസാലയുണ്ട്, അതെല്ലാം നമ്മുടെ ഇതിലുണ്ട്. ഉപ്പ്, കുരുമുളക്, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. കണ്ട കിടന്ന് തിളക്കണത് എവിടെയാണെന്ന് നോക്കി. മധ്യപ്രദേശിലാണ്. എവിടെയാണ് നോക്കിയെന്ന് പറഞ്ഞപ്പോ ഞാൻ അമ്മയുടെ മുഖത്തോട്ട് നോക്കിയതാണ്. മധ്യപ്രദേശിൽ കിടന്ന് നമ്മുടെ ചിക്കൻ കറി. ഇതൊരു അടിപൊളി വൈബാണ്. ചിക്കൻ വറക്കാനിട്ടപ്പോ നന്നായിട്ട് ഇതാവുണ്ടായിട്ട് മുരി ഉണ്ടായിട്ട് അത് കഴിഞ്ഞ് നോക്കിയപ്പോ വെറുതെ പച്ചവെള്ളത്തിൽ കിടക്കുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് ഈ പുള്ളി ഇവിടുത്തെ ആൾ ബൈക്കിലൂടെ വന്ന് ഗേറ്റ് തുറന്നു. എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ദൈവദൂതന്മാരെ പോലെ ഒരാളുണ്ടാവും. പുള്ളി അകത്ത് തീർച്ചയായും ഗ്യാസ് സ്റ്റവ് ഉണ്ടെന്ന് ചെയ്തോളാം. നമ്മൾ ചെയ്തില്ല, നമ്മുടെ ഇതിൽ തന്നെ ചെയ്യാൻ 3 കസേരയുണ്ടെന്ന് ഞങ്ങൾക്ക്. അതെ, ദൈവദൂതനെ പോലെ ആയിരുന്നു പുള്ളി. എവിടെ ചെന്നാലും, ഒരു പമ്പിൽ ചെന്നാലായാലും, ഒരു റൂം എടുത്താലായാലും, പമ്പിൽ ചെന്ന് പെട്രോൾ അടിക്കാൻ നേരത്ത്, പിന്നെ വല്ല കടയിൽ കയറിയൊക്കെ പോലും എല്ലാവരും അടിപൊളിയാണ്. ഒന്നും പറയാനില്ല. നമ്മൾക്ക് ഇതുവരെയുള്ള അനുഭവം എന്ന് വെച്ചാൽ നല്ല കിടലിന് അനുഭവങ്ങളാണ് എല്ലാം കിട്ടിയത്. ഇതൊക്കെ തന്നെയാണ് ഒരു യാത്രയുടെ സന്തോഷിപ്പിക്കുന്ന നിമിഷങ്ങൾ. ഇതൊക്കെ ഒരു എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇറങ്ങിയേക്കണത്. അതിലെല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യത്തിലും ഇപ്പൊ ഇവിടെ വരെ ഉണ്ടായ അനുഭവമാണ് ഈ പറയണത്. പുള്ളി വന്നില്ലെങ്കിൽ ഞങ്ങളിപ്പോ ആ കാറ്റത്തിരുന്ന് വിഷമിക്കേണ്ടി വന്നേനെ. ഇപ്പൊ അത് വന്ന ആളകത്തുണ്ട് കേട്ടാ. നമ്മുടെ ഭാഷ മനസ്സിലാവൂലായിരിക്കും. നമ്മൾ ചോദിച്ചപ്പോഴൊക്കെ വേഗം എല്ലാ കാര്യങ്ങളും തന്നിട്ടാ. പൊടി ഇട്ട് കൊടുക്കേണ്ടത്, മസാലപ്പൊടി ഇടേന് എല്ലാ കുഞ്ഞു കുഞ്ഞു ടിന്നുകളാക്കി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി നമ്മ ഇട്ടിട്ടുണ്ട് കേട്ടാ. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരുപാട് മൊരിയാനൊന്നും നിക്കണില്ല, ഒരുപാട് ഇതാവണ്ട. മുളക് പൊടി
ചട്ടി ചിലപ്പോ ഞങ്ങളൊന്ന് മാറ്റുവട്ടാ. അതെ റെഡി ആയിട്ട് കേട്ടത് ഞങ്ങളുടെ നാടൻ ചിക്കൻ കറി ഇറക്കാൻ വേണ്ടി. നാടൻ ചിക്കൻ മധ്യപ്രദേശിൽ ചിക്കൻ കറി ആയിട്ട് വെക്കാൻ എങ്ങനെ ഇരിക്കും നോക്കാം. പൊളി പൊളി സൂപ്പർ കേരള ചിക്കൻ ഇൻ മധ്യപ്രദേശ്. ചോർത്ത് പതിക്കിടന്നേ ഇളക്കി ഇളക്കി നമുക്ക് മധ്യപ്രദേശിലല്ല എവിടെ ചെന്നാലും നമ്മൾ നമ്മുടെ രീതിയിലല്ലേ വെക്കോളൂ. ഇത് കൊണ്ടോട്ടൊരു പിടുത്തോണ്ട് ചോറ് അല്ലേ? അതെ കൊതിയാവണ്ടാണ്. എനിക്ക് കൊതിയാവണില്ല. സുധിയെ കൂടെ ഒന്ന് കൊതിയിടും. സുധിയെ എന്താടിയേ കൊതിയുടെ ആരാണെന്ന് കണ്ട് ഇടക്കിടക്ക് നോക്ക്. ഞങ്ങൾ രണ്ടുപേരും മാറി മാറി ഇങ്ങനെ നോക്കും. ഓഫാക്കിയാലോ? നമ്മുടെ ചിക്കൻ കറിയും കൂട്ടി ഒരു പിടുത്തം പിടിക്കാൻ പോണേട്ട മോനെ. അതെവിടെ ഇരുന്നാണ്? മധ്യപ്രദേശിലെ റോഡ് സൈഡിലിരുന്ന് റോഡ് സൈഡിൽ നെച്ചിലിരുന്നിട്ട് ഇവിടെ നൈസ് വൈബിലിരുന്ന് അടിക്കുന്നുണ്ട് ഇവിടെ. അതെ നല്ല നാടൻ ചിക്കൻ പെരട്ട് കണ്ട. നല്ല നമ്മുടെ വീട്ടിലൊക്കെ സെയിം കറി തന്നെ പൂശിയേക്കണേ അല്ലേ? ഞങ്ങൾ കഴിക്കട്ടെ. അപ്പൊ നോക്കിയേ നല്ല അടി അടിക്കേണ്ട രണ്ടുപേരും എടുത്തിട്ട്. എത്ര ദിവസം ചിക്കൻ അടിച്ചിട്ട് കഴിക്കും സുധി. മല്ലു സിംഗ് അവിടെ നിന്ന് 65. പക്ഷെ നമ്മ വെച്ച ചിക്കൻ നമ്മളെ കൂട്ടുന്ന കുറച്ച് ദിവസമായില്ലേ? നല്ല ചോറും നല്ല ചിക്കൻ കറിയൊക്കെ എടുത്ത് നല്ല ചാറൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ അതിന്റെ ഇടയിൽ കൂടെ കഴിച്ചായിരുന്നു. പൊളി വൈബല്ലേ? കണ്ണ കൊതിയാവണ്ട. ഞാൻ കഴിച്ചോളാം. വേണോ സുധി ഒന്ന് പിടിച്ചേ. അതൊക്കെ നമ്മുടെ ചോറ് ഇത്തിരി ചാറൊഴിക്കും. അല്ല ചിക്കൻ കറി കറി എങ്ങനെയുണ്ട്? അടിപൊളി. ഒന്നും പറ വീട്ടിൽ വെക്കണ അതേ സ്റ്റൈല്. ഒന്നും പറയല്ല. കിടുക്കാച്ചേറ്റും ഇതൊക്കെ എല്ലാം ആസ്വദിക്കേണ്ടത്. എപ്പോഴും വീട്ടിൽ തന്നെ കഴിക്കണത്. എന്റെ പുറപ്പുറത്ത് വരുന്നില്ല കഴിക്കാം. അപ്പൊ ഞാൻ കഴിച്ചിട്ടേ അല്ലേ? കഴിക്കട്ടെ കേട്ടാ. ഇനി പിടിച്ചിക്കാൻ പറ്റണ. നിൽക്കാൻ പറ്റില്ല. ഇത് എങ്ങനെയെങ്കിലും കുറച്ചുള്ളിലാക്കണം. അപ്പൊ വേഗം കഴിക്കട്ടെ ഇനി. ഹലോ. അപ്പത്തേ നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മള് കേറി ഒരു ദിവസം കഴിഞ്ഞിട്ട് അതെ ഒരു ദിവസം കഴിഞ്ഞ് പെട്ടെന്നൊന്നല്ല സംഭവം എന്ന് വെച്ചാൽ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ പറന്ന് പിന്നെ അടുത്ത ലൊക്കേഷൻ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ നടന്നു. അപ്പൊ കൊറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണുന്നു പ്രതീക്ഷിക്കണം അല്ലേ? പിന്നെ നമ്മുടെ സ്ഥിരം എവിടെയാണ് നമ്മുടെ വീട്? പമ്പ്. പിന്നെ പമ്പിൽ കയറി. പിന്നെ ഇരുട്ടിനേക്കും പമ്പിൽ കയറാൻ നോക്കി. എല്ലാ ദിവസവും പമ്പിലാണ്. തിരിച്ചു വന്നിരിക്കുന്ന എല്ലാ ദിവസവും പമ്പിലാണ്. അപ്പൊ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. അപ്പൊ രണ്ടു ദിവസത്തിനുള്ളിൽ നമ്മൾ വീട്ടിലെത്തും. അപ്പൊ കുറെ പേർക്കുള്ള മറുപടിയും കാര്യങ്ങളൊക്കെ അപ്പൊ തരാട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇനി വലിച്ചിട്ട് കൊണ്ടുപോകണില്ല. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ റോഡ് സൈഡ് ഇന്നലത്തെ ഞങ്ങളുടെ റോഡ് സൈഡിലുള്ള ഞങ്ങളുടെ ചിക്കൻ കറിയും ഞങ്ങളുടെ ഇതൊക്കെ രസകരമാണ്. റോഡ് സൈഡിൽ വണ്ടി ഒതുക്കിട്ടിരിക്കുന്ന അതൊരു വേറൊരു ആവശ്യത്തിനാണ്. വേറൊരു കുക്കിങ്ങിനാണ്. അപ്പൊ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ തുറന്നിട്ട് ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങണായിരുന്നു. അതെ. അപ്പോ ഞങ്ങളുടെ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അല്ലെ? അപ്പൊ ഇനി ഇതേപോലെ നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറകെ ദിവസം നമ്മൾ കൂടെ ഉണ്ടാവും. അപ്പൊ എല്ലാവരും ഇതേപോലെ തന്നെ കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഇനി വലിച്ചിട്ട് കൊണ്ടുപോകാം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ